ഈ ഇടയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അരിപ്പൊടിയുടെ ഇടയല്ല, ചക്കയുടെ അല്ല, കുമ്പളപ്പം അല്ല, റവയുടെ അല്ല, പിന്നെ എന്താടാ? ഇന്ന് ഗ്രോസറി ഒന്നും അല്ല അല്ലേ, കൊറേ ഡ്രസ് ഐറ്റംസാ. അതെന്നെ പോലും അങ്ങനെ ഓരോന്നിങ്ങ് എടുക്കട്ടെ. എടുത്ത് ഇങ്ങോട്ട് വെക്കാം മേശയിട്ട്. കണ്ണമ്മറ്റി പിടിക്കുന്നത് രാത്രി 9 ആയി സമയം. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല കളറാ. അതൊരു നല്ല ജീൻസ് ആട്ടോ, ബ്ലാക്ക് കളറ്. ബ്ലാക്ക് വിത്ത് ബ്ലാക്ക്. ബ്ലാക്കും കൂടെ വേണ്ട, ഉള്ള ബ്രൈറ്റ്നെസ് അല്ലേ കിട്ടുള്ളൂ. എന്താ മോഡൽ ഇപ്പൊ ട്രെൻഡാ. ഇത് നല്ലതാട്ടോ. മനസ്സുകൊണ്ട് അരങ്ങേരിക്കാൻ പറ്റില്ല, വലിയ മൂഡില്ല സംസാരിക്കാൻ ഇത്രയും വൈകി. അപ്പ പറഞ്ഞു അമ്മ ഏതാണ്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഇരിപ്പുണ്ടത്. ആവിയിൽ പുഴുങ്ങിയ അടയാ. ഈ ഇടയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അരിപ്പൊടിയുടെ ഇടയല്ല, ചക്കയുടെ അല്ല, കുമ്പളപ്പം അല്ല, മറ്റുള്ള റവയുടെ അല്ല, പിന്നെ എന്താടാ? റാഗി അട. എനിക്ക് ഫേവറേറ്റ് സാധനം റാഗി അട. ഞാൻ കഴിച്ചു. തുറക്കാം. നന്നായി അത് കഴിച്ചത്. ഞാൻ വന്നപ്പോ മണി 8 ആയി. സമയം കാണിച്ചു വെച്ചല്ലേ. ക്ലച്ച് ചവിട്ടി എത്ര നേരം കിടന്നേന്നറിയോ. പക്ഷെ സർവീസ് ചെയ്തപ്പോ ക്ലച്ച് നല്ല സ്മൂത്ത് ആക്കി, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. ഇതിന്റെ സിറപ്പ് വീണേക്കണം കേട്ടോ ഇവിടെ, അല്ലാതെ മാലിന്യങ്ങളൊന്നും അല്ല. മുറുക്കാഞ്ചല്ല കഴിക്കാൻ പോലെ ഞാൻ കഴിക്കണം. എനിക്ക് അടയുടെ ഷേപ്പ് ഒന്നും എൻ്റെ അത്ര കറക്റ്റ് ആയിരിക്കും. അപ്പൊ പറഞ്ഞ റവ അട കേമനാണ്, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ അടയാ കുറച്ചുകൂടി ഇഷ്ടം. ഏത്? റാഗി നീ പറയാറുണ്ടല്ലോ. നെയ്യൊക്കെ പുരട്ടിയായിരുന്നല്ലോ അല്ലേ. അസൽ അടയാ, നല്ല മണം. ഇവനാണ് അട. ഇത് ഉള്ളിൽ വെച്ചതാ അല്ലേ? ഉള്ളിൽ വെച്ചതാ, നല്ലതാ. ഇല ഇങ്ങനെ മാറ്റാം. വേണ്ട മാറ്റണ്ട. അല്ല, മറ്റേതും കൂടെ പൊളിച്ച് വെക്കണം. ഒരെണ്ണം കൂടെ ഉണ്ട്. എനിക്ക് ഒരെണ്ണം മതി കേട്ടോ. ഒരെണ്ണം അപ്പയ്ക്ക. അല്ല, അപ്പയ്ക്ക അവിടെ ഉണ്ടെന്നേ. അപ്പൊ എനിക്ക് ഒരെണ്ണം മതി. ഇതൊന്ന് പിടിച്ചോ. അസലായി. ആഹാ, അടിപൊളി. ഒരെണ്ണത്തിൽ വെക്കാൻ പറ്റില്ല അല്ലേ? പറ്റില്ല, ഇച്ചിരി നീക്കിയാ വെക്കാം. രണ്ടും രണ്ട് ഷേപ്പാട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഷേപ്പ് അത്ര ഇതല്ല എൻ്റെ. അത് കുഴപ്പമില്ല, ഇപ്പോൾ ഉള്ളതുപോലെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് അപ്പയുടെ മുറുക്കാഞ്ചല്ല. എല്ലാവർക്കും ഓരോരോ മുറുക്കാഞ്ചല്ല. അപ്പയ്ക്ക് കുഞ്ഞതാണല്ലോ. അപ്പയ്ക്ക് ചെറുത് മതി. അമ്മ ഏതാണ്ടൊക്കെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിപ്പുണ്ടെന്ന് പറഞ്ഞു. ചേമന ഇനി തിന്നാം. അപ്പം നമ്മുടെ റാഗി ഇട ഒന്ന് ചെറുതായിട്ട് മുറിക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ അത്. നല്ല സോഫ്റ്റാണ്. തൊട്ടപ്പോഴേക്കും മുറിഞ്ഞു പോകുന്നു. നെയ്യൊക്കെ ചേർത്തേക്കണോണ്ടാ. അല്ല, മധുരം ഇച്ചിരി കുറവല്ലേ അമ്മ ഇട്ടേക്കണേ? ഇച്ചിരി കുറവാ. കുഴപ്പമില്ല. റാഗിയുടെ റഫ്നെസ് തോന്നിക്കുന്നുണ്ട് നന്നായിട്ട്. ഇത് ഞാൻ ലുലൂന്ന് മേടിച്ച റാഗിപ്പൊടിയാ അല്ലേ? അകത്തേക്ക് ചെല്ലുന്ന ഒരു മധുരം കിട്ടുന്നുണ്ട്. അരിയിലെ മധുരം എത്തിയിട്ടില്ല, അതാ. ഇത്തവണ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ ഒരു സ്പൂൺ ചോക്ലേറ്റും ഒരു സ്പൂൺ കോഫി പൗഡറും മിക്സ് ചെയ്താ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഡാർക്ക്നെസ് ഇത്തിരി കുറവുണ്ട്. നമുക്ക് കുടിച്ചു നോക്കാം. ഡാർക്ക്നെസ് കുറവല്ല, നല്ല ഡാർക്കായിട്ടായിരിക്കുന്നത്. എന്നാലും തിക്കായിട്ടുള്ള ബ്രൗൺ കളർ വന്നിട്ടില്ല. അതില്ല, അത് കാപ്പിപ്പൊടി ഇട്ടതുകൊണ്ടായിരിക്കും. അതിന്റെ മണം തന്നെ ഉണ്ട് കാപ്പിപ്പൊടിയുടെ. അമ്മ ഇച്ചിരി കുടിച്ചു നോക്കണ്ടോ? ഇല്ല, അപ്പ ഇത് പടയൂടാതെ എന്ത് കുടിച്ച്. മധുരം തീരെ ഇല്ല കേട്ടോ. വേണ്ട. പക്ഷെ എനിക്ക് ഡ്രിങ്കിങ് ചോക്ലേറ്റിന്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടെ. ഇത് വേറൊരു ടേസ്റ്റാണ്. എനിക്ക് അങ്ങനെ ഒരു മോക്ക ടേസ്റ്റ് ഒക്കെ ഇല്ലേ, ഇതിനാന്ന് തോന്നുന്നു മോക്ക എന്ന് പറയണത്. ആ ഒരു ടേസ്റ്റാണ്. കുഴപ്പമില്ല, ബട്ട് ഐ ലൈക്ക് മോർ ഡ്രിങ്കിങ് ചോക്ലേറ്റ്. കോഫി പൗഡർ ഇടുന്നത് കുഴപ്പമില്ല. വൺസ് ഒക്കെ ട്രൈ ചെയ്യാൻ എനിക്കിഷ്ടമായി. കുറച്ച് കുടിച്ച് കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പം തോന്നല്ല. ചിലപ്പോൾ ഞാൻ മധുരം ഇടാത്ത കാരണമായിരിക്കും എനിക്ക് അധികം എൻജോയിങ് ആവാത്തത്. ഒരു വേറൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. അപ്പം ഇച്ചിരി കുടിച്ച് നോക്കിയത്
അപ്പയ്ക്കത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നേക്കാൾ കൂടുതൽ അത് ഇഷ്ടപ്പെട്ടത് അപ്പയ്ക്കാന്ന് തോന്നുന്നു. അപ്പോൾ അതേ അട ഞാൻ വളരെ എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിച്ചിരി വിട്ടുപോരാൻ പ്രയാസം ഉണ്ടായിരുന്നു, ഇലയിലങ്ങ് ഒട്ടിപ്പിടിച്ചു. കാര്യം നെയ്യൊക്കെ നന്നായി തൂത്തതാ, പക്ഷേ എങ്കിലും ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചു. എന്നാലും അത് കുഴപ്പമില്ല, മാനേജബിൾ. അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഇന്ന് ഗ്രോസറി ഒന്നും അല്ല അല്ലേ, കുറേ ഡ്രസ് ഐറ്റംസാ. അതെന്നെ പോലും അങ്ങനെ. ഇത് ഞാൻ ഈ ഒരാഴ്ച കൊണ്ട് പർച്ചേസ് ചെയ്തൊന്നും അല്ല. ഇതിനകത്ത് 2-3 ആഴ്ച കൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്ത് ഇവിടെ സ്റ്റോക്ക് ചെയ്തിരുന്നതാ. ഇപ്പൊ തയ്ക്കാൻ കൊണ്ടേ കൊടുക്കാൻ പോവാ. അതിനു മുമ്പ് ഒന്ന് കാണിക്കാന്ന് കരുതി. അമ്മയും കണ്ടിട്ടില്ല ഇത്, അപ്പൊ അമ്മേനെയും കാണിക്കാം, അതിനുശേഷം തയ്ക്കാൻ കൊടുക്കാന്ന് കരുതി. ഇനിയിപ്പൊ ഓണം ആവാറായി, അതിന് മുന്നേ എല്ലാം തയ്ക്കാൻ കൊടുത്തില്ലെങ്കിൽ തയ്ച്ച് കിട്ടൂല. ബുദ്ധിമുട്ട്. ഓൾട്ടർ ചെയ്യാനുള്ളത് അന്നേരം കൊടുത്തോ? കൊടുക്കണം, ഓൾട്ടർ ചെയ്യാൻ കുറച്ചുണ്ട്. കോഡ് സെറ്റിന്റെ ആ പിങ്ക് ഒക്കെ എന്നോട് പറഞ്ഞില്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇനി തുറക്കാം, ഓരോന്നിങ്ങ് എടുക്കട്ടെ, എടുത്ത് ഇങ്ങോട്ട് വെക്കാം മേശയിട്ട്. ഓരോന്ന് അമ്മ എടുത്ത് വെക്കാം. ടേബിൾ മാറ്റിൽ വെള്ളം ഇല്ലല്ലോ? ഇല്ല, വെള്ളമുള്ള മാറ്റി നീ മാറ്റി എന്നിട്ട് വേറെ മാറ്റം ഞാൻ വെച്ചേക്കണേ. ഡ്രസ്സാകുമ്പോ നനവ് പാടില്ല. അത് പാടില്ല. ഗ്രോസറി 1-2 സാധനങ്ങളൊക്കെ ഉള്ളു. സൂപ്പിന്റെ പാക്കറ്റ്, ഡ്രിങ്കിങ് ചോക്ലേറ്റ്. അതൊരു അബദ്ധം പറ്റിയതാ. അങ്ങനെ മേടിക്കരുത്, ആ ബോക്സ് നിറഞ്ഞിരിക്കുവോ സൂപ്പിന്റെ. ആണോ? അപ്പേ മേടിക്കാൻ പോവാന്ന് പറയണ്ടായിരുന്നു. എന്തെന്ന്? സൂപ്പ്. ഞാൻ പറഞ്ഞു എന്റെ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അപ്പയും മേടിക്കാൻ പോവാന്ന് പറയണ്ടായിരുന്നു. ബില്ല് കിടപ്പുണ്ട് കേട്ടോ, ഏതോ ഒരു ബില്ല്. അത് ഞാൻ എടുത്തോളാം. അല്ല, ഞാൻ പറഞ്ഞതാ. പല പല കടയിൽ നിന്ന് മേടിച്ചതുണ്ട് കേട്ടോ. അതൊക്കെ ആമസോൺ ടോപ്പാണ്. അത് തുറന്നോ? തുറക്കാം. അതൊരു ടോപ്പാണ്. പണ്ട് ഉണ്ടായിരുന്നു വലുത്, വൃത്തിയായിട്ട് തയ്ച്ചത് പണ്ടത്തെ. ഇത് ഷോർട്ട് കുർത്തി ഇടാനായിട്ട്. ഇങ്ങനെ തുറക്കാൻ കണ്ണമ്മറ്റി പിടിക്കുന്നത്. രാത്രി 9 ആയി. കോട്ടൺ ആണ്, ആമസോണിൽ നിന്ന് മേടിച്ചതാ കേട്ടോ. കിടപ്പുണ്ട് അതാണ്ടൊക്കെ. ടാഗാ. വില കറക്റ്റ് ഞാൻ ഓർക്കണില്ല, ഞാൻ ഇവിടെ കൊടുക്കാം. കാരണം അന്നേരം കിടക്കണ വിലയാണോ? ആ വിലയല്ല, അതിൽ ഡിസ്കൗണ്ട് ഉണ്ട്. കാണിച്ചു തരാം. അതാണ് അതിന്റെ യഥാർത്ഥ രൂപം. കോട്ടൺ ആണ് കേട്ടോ. ഷോർട്ട് കുർത്തിയാണ്, ജീൻസിന്റെ ഒക്കെ കൂടെ ഇടാം, ജെഗിങ്സിന്റെ കൂടെ ഇടാം, പലാസോയുടെ കൂടെ ഇടാം, അതിന്റെ ഒക്കെ കൂടെ ഇടാം. കളർ കോമ്പിനേഷൻ നല്ലതാ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇനി ഇത് ഇട്ട് നിങ്ങളെ കാണിക്കാം, എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ഇടാം, കാണിക്കാം. വട എടുക്കാലോ. മടക്കട്ടെ? മടക്കി വെക്കാം. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല കളറാ. ഇത് ഇങ്ങനത്തെ പണ്ട് രംഗിലയിൽ തയ്ച്ചത് നരച്ച് പറിച്ച് പോയത്, അത് കളഞ്ഞു നമ്മള്, മോശമായിട്ടത്. നല്ലതായിരുന്നു ആ പാറ്റേൺ. ഇട്ട് നരച്ച് കഴിഞ്ഞപ്പോ പോയതാട്ടോ. അല്ല, നരച്ചെന്ന് പറഞ്ഞാൽ ഒത്തിരി യൂസ് ചെയ്തു അത്. അതിന്റെ കാലഹരണപ്പെട്ട് ഒരു 3-4 വർഷം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെടുത്തോട്ടെ? അതെടുത്തോ. ടോപ്പാണോ ഇത്? അത് കുറെ നാള് മുമ്പ് ഞാൻ സ്റ്റുഡിയോയിന്ന് മേടിച്ചൊരു ഷ്രഗ് പോലെയുള്ള സാധനം. അതിന്റെ ഉള്ളില് ഇന്നർ ഇട്ടിട്ടാണ്. ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചേക്കാം, വീഡിയോയിൽ കണ്ടിട്ടില്ല. കാരണം ബ്ലാക്ക് ബ്ലാക്ക്. അപ്പൊ നല്ല രസമായിരിക്കും അത്. എനിക്ക് പക്ഷെ ബ്ലാക്ക് കളർ അത്ര ഇഷ്ടമാണ്. സീന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറയരുതെന്ന്. ബ്ലാക്ക് നല്ല കളറാ, എനിക്ക് നന്നായി ചേരും. അതാണ് ഒരു ഷിമ്മറി, ചെറുതായിട്ടൊരു ഷിമ്മറി അധികം ഇല്ല. അത് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാം. അതായിരിക്കും നല്ലതാട്ടോ. അടുത്തത് ഇത് ഏതിന്ന് മേടിച്ചെന്ന് പറഞ്ഞായിരുന്നു? അത് സ്റ്റുഡിയോയിന്ന്. അത് ഞാൻ പറഞ്ഞായിരുന്നു, അത് കുറെ നാള് മുമ്പ് മേടിച്ചതാട്ടോ. അത് ഞാൻ പെയർ ചെയ്ത് പക്ഷെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിന്റെ കൂടെ വെച്ചു എന്നുള്ളൂ. അതൊരു നല്ല ജീൻസ് ആട്ടോ, ബ്ലാക്ക് കളറ്. എടുത്തത് പക്ഷെ നല്ല സൂപ്പർ കോട്ടണി ഫിനിഷ് ഉള്ള ഒരു ജീൻസ് ആണ്. നല്ല സോഫ്റ്റ് അല്ലേ അത്? തൊട്ടിട്ട് നല്ല സോഫ്റ്റ് ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇട്ടിട്ട്. വളരെ സ്കിന്നിൽ ചേർന്ന് കിടക്കും. നല്ല രസമുണ്ട് കേട്ടോ അത് ഇട്ടിട്ട്. എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. മിന്ത്രയെന്നാണ് അതിന്റെ പ്രൈസ്. ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇന്നാള് ഒരു കാണിച്ച് പ്രൈസ് അതിനകത്തുണ്ടോ അതിലുള്ള പ്രൈസ് ആയിരിക്കില്ല, ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ടാവും. ഇതില് പ്രൈസ് ഇല്ല സൈസ് ഒക്കെ അതില് സൈസ് ഒക്കെ കിടക്കുന്നത്.
ഇന്നാളൊരു പാൻറ് മേടിച്ചപ്പോഴും പറഞ്ഞില്ലേ നല്ലതാണ്. ഇത് ഉഗ്രനാട്ടോ, അടിപൊളിയാണ്. ഇത് ഇട്ട് കുറെ ദൂരം യാത്ര ചെയ്യാനൊക്കെ കംഫർട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ബെൽറ്റിന്റെ ആവശ്യവും ഇല്ല, നല്ല സൂപ്പർ കംഫർട്ടബിൾ. അത് തൊട്ട് നോക്കുമ്പോ അറിയാൻ മേലെ ഒരു ജീൻസിന്റെ മെറ്റീരിയൽ അല്ല, ഒരു കോട്ടൺ പോലെ ഫീൽ ചെയ്യുന്നത്. മിക്സ് ആയിരിക്കും, എന്നാ ഫുൾ കോട്ടനും അല്ല. എനിക്ക് തോന്നുന്നത് ജീൻസ് വിത്ത് കോട്ടൺ മിക്സ് ആണെന്ന് എനിക്ക് തോന്നണം. ഭയങ്കര കംഫർട്ടബിൾ ആയി, ഇട്ടിട്ടും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പൊ അതിന്റെ കൂടെ ആ ബ്ലാക്ക് ടോപ്പ് ഇട്ടാ അടിപൊളിയായിരിക്കും. ബ്ലാക്ക് വിത്ത് ബ്ലാക്കും കൂടെ വേണ്ട, ഇതിന്റെ കൂടെ വേറെ പ്രിന്റുള്ള കുർത്ത പോലത്തെ അങ്ങനത്തെ ബ്ലാക്കും കൂടെ വേണ്ട. അമ്മയ്ക്ക് അതൊന്നും അംഗീകരിക്കാനേ പറ്റില്ല, മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ബില്ലിൽ എഴുതിയിരിക്കുന്നത് 2999 ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 895 രൂപയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, ബില്ലിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് സ്കിന്നി ഫിറ്റ് സ്ട്രെച്ചബിൾ ജീൻസ് ആണ് കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നവർക്ക് ലിങ്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അത് വെച്ചോ, അതൊരു അബദ്ധം പറ്റിയതാട്ടോ. ഞാൻ ഈ കളറല്ല ഓർഡർ ചെയ്തത്, ഒരു ഓറഞ്ച് കളറാ ഓർഡർ ചെയ്തത്. അപ്പൊ വന്നത് ഈ കളറാണ്. പക്ഷെ ഇനിയിപ്പോ അമ്മയ്ക്ക് ഇഷ്ടമാണോ നോക്കുക, ഇഷ്ടമാണെങ്കിൽ കീപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം. ഇത് ഇതായിരിക്കും ഏപ്രിലല്ലേ? റിട്ടേൺ ഒന്നും ചെയ്യണ്ട, ഏപ്രിലല്ലേ. കോട്ടൺ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയോ. ഞാൻ ഓറഞ്ച് കളറാ ഓർഡർ ചെയ്തത്, എന്നോട് പറഞ്ഞായിരുന്നല്ലോ. പക്ഷെ ഏപ്രിലല്ലേ, ഒന്നും മെറ്റീരിയൽ സെയിം തന്നെയാ, പക്ഷെ വന്നത് ഇതാ. മെറ്റീരിയൽ കോട്ടൺ തന്നെയാ. ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്കത് കീപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം. കവർ ചെയ്യാൻ കളഞ്ഞിട്ടില്ല, റിട്ടേൺ ഒന്നും ചെയ്യണ്ട. ഇട്ട് നോക്കിയ ബ്രൈറ്റ്നസ് ഉണ്ടോ നോക്കണം മുഖത്ത്. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ മുഖം ഡള്ളായിട്ടിരിക്കാൻ പാടില്ലല്ലോ. ഉള്ള ബ്രൈറ്റ്നസ് അല്ലേ കിട്ടുള്ളൂ. വീഡിയോ വലിയ കുഴപ്പമില്ല. ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോന്ന് നോക്കിട്ടോ. അമ്മയ്ക്ക് ഇത് ചേരണ്ടോ ഇല്ലയോ എന്ന്. അല്ല, ഇത് എന്തായാലും മാറ്റമൊന്നും വേണ്ട. മാറ്റണ്ടേ? പക്ഷെ മെറ്റീരിയൽ നല്ലതാന്ന് തോന്നുന്നല്ലേ? കോട്ടൺ അല്ലേ? അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട്, വീതി വേണം, പോക്കറ്റ് ഒക്കെ ഉണ്ട്. മുഖത്ത് അത്യാവശ്യം ബ്രൈറ്റ്നസ് ഒക്കെ ഇല്ലേ? എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാട്ടോ. ഇതായിരിക്കോ ഓറഞ്ച് ആയിരിക്കോ ബെറ്റർ? ഓറഞ്ച് ഷെയ്ഡ് പിന്നെ ഒരുപാടുണ്ട്, റെഡ് ഓറഞ്ച് ഒക്കെ ഒത്തിരി ഉണ്ട്. റെഡ് ഉണ്ട്, റെഡ് ബ്ലാക്ക് ലൈനാ ഇടയ്ക്ക് കെട്ടുന്നുണ്ട്. പിന്നെ അത് കോവിൽ ഇങ്ങോട്ടൊന്ന് മേടിച്ച ബേക്കേഴ്സിന്ന്. ഇത് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ഇരിക്കട്ടെ, റിട്ടേൺ ചെയ്യണ്ടെന്നാണ് എന്റെ ഒരു. അല്ല, ഞാൻ റിട്ടേൺ ചെയ്യിക്കുന്നില്ല. അപ്പൊ ഇത് മതി. അപ്പോൾ ഏപ്രിലിൻ്റെ റേറ്റ് 128 രൂപയാണ്. അതിൻ്റെ ലിങ്കും ഞാൻ യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നവർക്ക് ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. ഫേസ്ബുക്ക് ആണെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ മതി, ഞാൻ അയച്ചുതരാം കേട്ടോ. മെറ്റീരിയൽ നല്ലതാ. അപ്പൊ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗി വേണമല്ലോ. അപ്പൊ അയ്യോന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിലൊന്നും ആകെ മടുത്തു. ഇന്നത്തെ ബ്ലോക്ക് എന്ത് ചെയ്യും, വല്ലാത്ത അവസ്ഥ തന്നെ. തുറക്കട്ടെ. നല്ല ഭംഗിയില്ലേ? റെഡാ, ഒരു ബനാറസി ഫീൽ വരുന്ന ഓണത്തിനൊക്കെ ഇടാനായിട്ട്. പക്ഷെ ലൈറ്റ് വെയിറ്റാ, ഇത് ഷീമാട്ടിയില് ഓഫറിന് കിടന്നതാണെന്നാണ് എനിക്ക് തോന്നണേ. മീറ്റർ 150 രൂപയുള്ളൂ. 180. 2.5 മീറ്റർ എടുത്തേക്കണേ, 450 രൂപ ബില്ല് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓഫർ കിടന്നാന്ന് എനിക്ക് തോന്നണേ. ഈ ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ നല്ലതാ. പക്ഷെ എനിക്ക് ഇങ്ങനെയുള്ള ബ്രൊക്കേഡ് ഇല്ലേ, ബ്രൊക്കേഡ് മോഡലുള്ള ടോപ്പുകൾ എനിക്ക് ഇഷ്ടമില്ല. ഇപ്പൊ ഇങ്ങനത്തെ ഭയങ്കര ട്രെൻഡാ. ബനാറസി ഒരു ബ്ലൂ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അത് ഇടാം. ബനാറസി ഇപ്പൊ ഭയങ്കര ട്രെൻഡാ. ഇത് ബനാറസി ആയിട്ട് എനിക്ക് തോന്നണില്ല, പക്ഷെ ഒരു ലൈറ്റ് വെയിറ്റ് ബ്രൊക്കേഡ്, ഹെവി അല്ല കേട്ടോ. ഇത് വാഷ് ചെയ്യാൻ പറ്റുമോ? ഇത് വാഷ് ചെയ്യാൻ പറ്റില്ല. ഡ്രൈ വാഷ്. ഇതിന്റെ ഒരു സൽവാർ ഇട്ടിട്ട് ഗ്രീൻ കളർ ഓഫ് ജ്വല്ലറി ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് കാണുന്ന പോലെ ഒട്ടും ഹെവി അല്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. കാണുമ്പോ കട്ടിയായിട്ട് തോന്നും. എനിക്ക് അത്ര പിടിച്ചൊന്നുമില്ല. അങ്ങനത്തെ മെറ്റീരിയൽ എനിക്ക് താല്പര്യമില്ല. ഇനി ഇപ്പോഴത്തെ ട്രെൻഡ് എനിക്ക് അറിയില്ല, അതുകൊണ്ടായിരിക്കും. ഇങ്ങനത്തെ മോഡൽ ഇപ്പൊ ട്രെൻഡാ. ഇത് നല്ലതാട്ടോ, ഇത് നല്ലതാ. എവിടെന്ന് എടുത്തേന്ന് സത്യത്തിൽ ഞാൻ മറന്നു. എനിക്ക് വളരെ നല്ലതാ. ഞാൻ ഇങ്ങനെ പല പല കടകൾ കേറും, അതിന്റെ കൂട്ടത്തിൽ എവിടെന്നോ ഞാൻ മേടിച്ച് ഇവിടെ വെച്ചിരുന്നു. ഇനി തയ്ക്കാൻ കൊടുക്കാനായിട്ട് ഇരിക്കുക. നല്ല രസമുണ്ടല്ലേ? അമ്മയ്ക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. നല്ലതാ, ഇതും കൊള്ളാം. അപ്പൊ നോക്കണ്ട അവിടെ, ഇതും കൊള്ളാം. അതൊരു ട്രയാങ്കിൾ പാറ്റേൺ കൊള്ളാം, കുഴപ്പമില്ല. അതും കുർത്ത തയ്ക്കാൻ. അത് ഷീമാട്ടിന്നാട്ടോ. ഇത് എവിടെന്നാന്ന് മറന്നുപോയി. എവിടെന്നാന്ന് ഞാൻ മറന്നുപോയി, ഒരു ഓർമ്മയും കിട്ടുന്നില്ല. ഇതൊരു ആനിമൽ പ്രിന്റ് ആയിട്ടുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാനൊരു കാറ്റിന്റെ പ്രിന്റ് നോക്കി നടക്കുക. ഞാനൊരു കാറ്റ് ലവർ അല്ലേ.
അത് കാരണം എനിക്ക് ഈ രാത്രി 9 മണിയായി, എനിക്ക് വലിയ മൂഡില്ല സംസാരിക്കാൻ, ഇത്രയും വൈകി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അധികം വർത്താനം പറയാതെ ഇരിക്കുന്നത് കേട്ടോ. രാവിലെ മുതലുള്ള എനർജിയാണ്. അപ്പം ഇപ്പം എനർജിയൊക്കെ തീർന്നു. ഇനിയിപ്പോൾ പകലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഇത് വെച്ച് കാണിച്ചോ. 1 2 3 സ്റ്റിച്ച് ചെയ്യാൻ അല്ലേ? സ്റ്റിച്ച് ചെയ്യാനുള്ളതിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാന്ന് ഞാൻ ഇനി ചോദിക്കണില്ല, ഏതാന്ന് എനിക്ക് മനസ്സിലായി. ഇതാ എനിക്ക് നല്ല പ്രേക്ഷകർക്ക് ഏതാ ഇഷ്ടപ്പെട്ടേന്ന് പറയാം. രസമുണ്ട് ഇത് കോട്ടൺ. അത് കഴിഞ്ഞാൽ എനിക്ക് ഇതാ, എനിക്ക് റെഡ് അത്ര റെഡ് ഒരു ഫങ്ഷണൽ വെയർ അതാ മനസ്സിലായി. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടൊക്കെ. അതാ തുകയൊക്കെ ആയിരിക്കും. റേറ്റ് 265 കേട്ടോ പെർ മീറ്റർ. അപ്പൊ നല്ല കോസ്റ്റ് ഉള്ളതാണ്, പക്ഷെ നല്ല മെറ്റീരിയലാ, നല്ല കോട്ടൺ അല്ലേ, മുരിമുരാന്നിരിക്കണേ. ഇതൊന്നല്ല, ഇതിൽ പക്ഷെ എഴുതി വെച്ചൊക്കെ പോയി കാണും. നേരത്തെ മേടിച്ചാ, നേരത്തെ എപ്പോഴോ മേടിച്ചതാ. തയ്ക്കാൻ കൊടുക്കുമ്പോഴേ തപ്പി എടുക്കണേ ഞാൻ എവിടെയൊക്കെ എന്തൊക്കെ ഇരിക്കണേന്ന്. ഇത് റെഡിമെയ്ഡുകളല്ലേ? അതെ അതെ. അപ്പോൾ വൈകിട്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നല്ല ചൂടായിട്ടൊരു സൂപ്പ് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് സൂപ്പ് ഉണ്ടാക്കാറാണ് പതിവ്, പക്ഷേ ഇന്നൊന്നും ഒട്ടും സമയമില്ലാത്തൊരു ദിവസമായിരുന്നു. വൈകുന്നേരം ഒന്നും കഴിക്കണ്ടെന്നുമാണ് വിചാരിച്ചത്. പിന്നെ ഒത്തിരി ലേറ്റ് നൈറ്റ് ആയായിരുന്നു. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം വരും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഐറ്റം കഴിക്കാം എന്നേ കരുതിയുള്ളൂ. ഹെവി ആയിട്ടൊന്നും വേണ്ടാന്ന് വെച്ചു, കാരണം ഒത്തിരി രാത്രി ആയിട്ടുണ്ട് സമയം. നിങ്ങളെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അമ്മ കിടക്കണ സമയം ആവണേ ഉള്ളൂ, ആൾക്ക് ഉറക്കമൊക്കെ തൂങ്ങി തുടങ്ങി, വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ മേടിച്ചിട്ടുള്ള ഫാൻ ഇപ്പോൾ ഉപയോഗം വരുന്നില്ല, കാരണം നല്ല തണുപ്പല്ലേ പുറത്ത്, കോരിച്ചൊരിയണ ഇങ്ങനെ മഴ ഡ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതേ സമയം കണ്ടോ, ഈ സമയത്താണ് ഞാൻ ആ സൂപ്പ് കുടിക്കണേ. അത് പിന്നെ ലിക്വിഡ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഇനി നാളെ കാണാം. ബൈ.